ഇപ്പോൾ പുതുതായി വരുന്ന വാർത്ത എന്ന് പറയുന്നത് നിതിൻ രാജിന്റെ മരണത്തിൽ പുതിയ അന്വേഷണ സംഘം കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. മലപ്പുറം ക്രൈംബ്രാഞ്ച് എസ് പി മോഹനചന്ദ്രനാണ് അന്വേഷണ ചുമതല. CK വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. CK, ഒരിടത്തു നിന്നും കോടതിയുടെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം എന്തിനാണ്? അതിനപ്പുറത്തേക്കൊരു വിമർശനം ഉണ്ടാകേണ്ടതില്ലല്ലോ. എന്തിനാണ് ഇങ്ങനെ ഒരു പോലീസ് എന്ന് ചോദിക്കുകയും പുതിയൊരു അന്വേഷണത്തെ പറ്റി തന്നെ എന്തിനാണ് എല്ലാം കഴിഞ്ഞിട്ടൊരു അന്വേഷണ സംഘം എന്നുള്ള ചോദ്യം ഉൾപ്പെടെ ഉന്നയിക്കുമ്പോഴാണ് ഇതാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുന്നത്. എങ്ങനെയാണ് അന്വേഷണം നടക്കുക? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അക്ഷയ, ഈ അന്വേഷണ സംഘം ഇപ്പോൾ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ, സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് പുതിയ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചത്. മലപ്പുറം ക്രൈംബ്രാഞ്ച് SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. നിലവിലുള്ള സംഘത്തിലുള്ള മിക്കവാറും പേരെ മാറ്റി പുതിയ സംഘത്തെ രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ യോഗത്തോടുകൂടി ഇതിലൊരു തീരുമാനമാകും. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത സമ്മർദ്ദത്തിലാണ്, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത സമ്മർദ്ദത്തിലാണ് ഉള്ളത്. കാരണം അവർക്ക് ഈ റാമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ വീഴ്ച പറ്റി, കോടതിയിൽ ഹാജരാക്കുന്നതിൽ വീഴ്ച പറ്റി, കോടതിയെ ഈ കുറ്റവും കൃത്യം ബോധ്യപ്പെടുത്തുന്നതിൽ വീഴ്ച പറ്റി, അത് കഴിഞ്ഞ് വിട്ടയച്ചപ്പോൾ കോടതി വളപ്പിൽ വെച്ച് വീണ്ടും അയാൾ പിടികൂടി, അതിൽ വീഴ്ച പറ്റി, പിന്നീട് അവർക്ക് ഹാജരാകുന്നതിന് വേണ്ടി നോട്ടീസ്, അതും നിയമപരമായിരുന്നില്ല. ഇങ്ങനെ അട്ടിമുട്ടി പരാജയപ്പെട്ടു പോയ ഒരു അന്വേഷണ സംഘമായി ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് മുന്നിലുള്ള കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ. നാളെ ഈ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഹർജി ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ക്രൈംബ്രാഞ്ചിന്റെ DYSP നൽകിയിട്ടുണ്ട്. അതായത് അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി തേടിക്കൊണ്ടൊരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. ഇനി ആ കോടതി അറസ്റ്റ് ചെയ്യാൻ അനുമതി കൊടുത്താൽ മാത്രമേ റാമിനെ അറസ്റ്റ് ചെയ്യാനും പിന്നീട് തുടർ നടപടികൾക്ക് വിധേയമാക്കാൻ വേണ്ടിയും കഴിയൂ. പോലീസിന് ഇതിൽ ആദ്യഘട്ടം മുതൽ, എന്തിന് ചക്കരക്കല്ല് പോലീസിൽ തന്നെ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വലിയ വീഴ്ചകൾ വന്നിട്ടുണ്ട്. കാരണം ആദ്യത്തെ ഘട്ടത്തിൽ 2 വകുപ്പുകളാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്ന ഉൾപ്പെടെ. അതായത് നമുക്കൊക്കെ തോന്നുന്ന തരത്തിൽ ഇതിന് വീഴ്ച എന്നുള്ളതാണോ പറയേണ്ടത്, ബോധപൂർവം വരുത്തിവെച്ച വീഴ്ച എന്നുള്ളതാണോ പറയേണ്ടത്? ഗൂഢാലോചന തന്നെ പണത്തിന്റെയും പ്രതാപത്തിന്റെയും പേരിൽ സ്വാധീനത്തിൽ റാമിനു വേണ്ടി നടന്നു എന്നുള്ളതാണ് കോടതി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം. പക്ഷെ അതിനപ്പുറം ഈ അടിസ്ഥാനപരമായി തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലും നടപടികളിലും എല്ലാം തന്നെ പാളിച്ചുണ്ടായിട്ടുണ്ട്. 2 കുറ്റമാണ് റാമിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒന്ന് ആത്മഹത്യാ പ്രേരണ, രണ്ടാമത്തേത് ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചു. ഈ 2 ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് ചുമത്തിയ ആ കേസിൽ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് ഈ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന കാര്യം ഈ നിതിൻ രാജിനെതിരെ നിലനിൽക്കില്ല. കാരണം ഡോക്ടർ റാമും ഇതിന് സമാനമായ ജാതിയിൽപ്പെട്ട ആളാണ് എന്നുള്ളതാണ്. അതൊരു വലിയ നിയമപ്രശ്നമായി ഇപ്പോഴും നിലനിൽക്കുന്നു. രണ്ടാമത്തേത് ആത്മഹത്യാ പ്രേരണയാണ്. ഈ ആത്മഹത്യാ പ്രേരണ നടത്തണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ റാമും അല്ലെങ്കിൽ ഈ പറയുന്ന നിതിൻ രാജും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ വഴക്കുണ്ടാവുകയോ അത്തരം കാര്യങ്ങളോ, കഴിഞ്ഞ ഏതാണ്ട് ഈ സംഭവത്തിന് 1 മാസം മുൻപ് വരെ ഡോക്ടർ റാമും നിതിൻ രാജും തമ്മിൽ ബന്ധം പോലുമില്ല, സംസാരിക്കാറില്ല, അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പോകാറില്ല. ഇതൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ആകെയുള്ള തെളിവുകൾ എന്ന് പറയുന്നത് ഇവരുടെ സഹപാഠികളുടെയും കോളേജ് അധ്യാപകരുടെയും മറ്റുള്ള മൊഴികളാണ്. ആ മൊഴികളാകട്ടെ റാം വളരെ മോശമായി ക്ലാസ് റൂമിൽ ബോഡി ഷേമിംഗ് നടത്തുന്നു, കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നു, പഠിക്കുന്നതിന് വേണ്ടി നിർബന്ധിക്കുന്നു, പഠിക്കാത്ത കുട്ടികളെ ക്ലാസ്സിൽ പരസ്യമായി ശിക്ഷിക്കുന്നു, പണിഷ്മെന്റുകൾ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അത് വെച്ച് എങ്ങനെയാണ് ഈ റാമിനെതിരെ ഒരു ആത്മഹത്യാ പ്രേരണ ചുമത്തുക എന്ന ഒരു പ്രതിസന്ധിയിൽ അന്വേഷണത്തിന്റെ പാതി വഴിയിലാകുമ്പോഴേക്ക് പോലീസ് തിരിച്ചറിയുന്നു. മാത്രമല്ല നിതിൻ രാജിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഫോണിലെല്ലാം തന്നെ നിരവധിയായ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പോലീസിനെ സംബന്ധിച്ച് കിട്ടുന്നത്. ഈ ലോൺ ആപ്പിൽ നിന്ന് ഭീഷണി ഉണ്ടായതാണ് മരണകാരണം എന്ന് വരെയാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. അങ്ങനെ ഒരു ഘട്ടത്തിൽ റാമിനെ പിടികൂടുകയോ അല്ലെങ്കിൽ ആ റാമിനെതിരെയുള്ള കേസ് നിലനിൽക്കുകയോ അടിസ്ഥാനപരമായി നിലനിൽക്കുകയോ എന്ന കാര്യത്തിൽ പോലീസിനകത്ത് തന്നെ സംശയമുണ്ട്. പക്ഷേ പോലീസ് ചെയ്യേണ്ടിയിരുന്ന ഈ റാമിനെ ഏതാണ്ട് 110 ദിവസത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. കുടകിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പക്ഷേ റാമിന്റെ അഭിഭാഷകൻ പറയുന്നു കീഴടങ്ങാൻ വേണ്ടി വരുന്ന വഴിയിൽ പോലീസ് ഞങ്ങളെ ഈ പ്രതിയെ പിടിച്ചുകൊണ്ടുവരികയായിരുന്നു എന്ന് പറയുന്നത്. അതെന്തോ ആകട്ടെ. പക്ഷേ അറസ്റ്റ് ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കുമ്പോൾ എന്തിന് അറസ്റ്റ് ചെയ്തു എന്നത് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ സംഘത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ വെച്ച് തന്നെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് ജഡ്ജി പ്രഖ്യാപിക്കുന്നു. അറസ്റ്റ് നിയമവിരുദ്ധമായി എന്നാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഇദ്ദേഹം റാം കോടതിയിൽ നിന്ന് താഴെ ഇറങ്ങി വരുമ്പോഴേക്കും മറ്റൊരു പോലീസ് സംഘം ഈ റാമിനെ അവിടെ വെച്ച് പിടികൂടി കൊണ്ടുപോകുന്നു. അതോടുകൂടി ഈ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള നാടകീയതയിലേക്കും
പ്രശ്നത്തിലേക്ക് വന്നു. ഇതെല്ലാം തന്നെ തുടർച്ചയായി നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളായി മാറുകയും ചെയ്തു. അതാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പിക്ക് വലിയ രീതിയിലുള്ള വീഴ്ച പറ്റി. ഇദ്ദേഹം എന്തൊരു ഡിവൈഎസ്പി ആണ്, ഈ കേസ് അറസ്റ്റ് നടപടികൾ നടത്തുന്നത് ആദ്യമായാണോ എന്നതടക്കമുള്ള വളരെ രൂക്ഷമായ വിമർശനത്തിന് കാരണമായത്. അതുകൊണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കേണ്ട പ്രാഥമികമായ നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെയാണ് അറസ്റ്റ് നടത്തിയതെന്നും ആ രേഖകളൊന്നും ഇല്ലാതെയാണ് കോടതിയിൽ ഹാജരാക്കിയത് എന്നും വളരെ വ്യക്തമായി. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത്. ഈ അന്വേഷണ സംഘത്തിന്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാളെ ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കണം എന്ന രീതിയിലുള്ള ഹർജിയാണ്, അതായത് അറസ്റ്റ് ചെയ്യാനുള്ള സമ്മതം തേടിക്കൊണ്ടുള്ള ഹർജിയാണ്. ആ ഹർജി നാളെ പരിഗണിക്കും. അതിൽ അനുകൂലമായ നിലപാടുണ്ടെങ്കിൽ മാത്രമേ ഇനി റാമിനെ തൊടാൻ വേണ്ടി പറ്റൂ. കാരണം റാം ഇപ്പോൾ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്, ഒരു അന്തരീക്ഷത്തിലാണുള്ളത്. ചെയ്യരുത് എന്നുള്ള കോടതി ഉത്തരവ് നിലനിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. അവിടെയാണ് അടുത്ത ഹർജിയിലൂടെ അനുമതി ലഭിക്കേണ്ടി വരിക എന്നുള്ളതാണ്. CK വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഗിൻ കൂടി കോടതിയിൽ നിന്നുള്ള വിവരങ്ങളുമായി തുടരുന്നുണ്ട്. രാഗിൻ, ഇവിടെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി റാമിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ കോടതി നടപടികൾ അതുണ്ടാകുന്നത് ആകുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ CK വിജയൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കുറെ വീഴ്ചകളുണ്ട്. എവിടെയൊക്കെ വീഴ്ച പറ്റി, ഗൂഢാലോചനയ്ക്ക് അപ്പുറം ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ അടിസ്ഥാന ഘട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ടായത്, ഇതിലൊക്കെ ഇത്രയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനം കോടതി ഉന്നയിക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ എന്തെങ്കിലും മറുപടി പറയാനുള്ള സമയം ഇന്നുണ്ടായിട്ടുണ്ടോ? പ്രോസിക്യൂഷൻ എന്തെങ്കിലും വിശദീകരണമോ മറുപടിയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കും നൽകിയിട്ടുണ്ടോ? പ്രോസിക്യൂഷൻ കാര്യമായിട്ടുള്ള മറുപടികൾ ഇന്ന് പറഞ്ഞില്ല. കോടതി ആണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷനോട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ അത് പരിശോധിക്കുമെന്ന തലത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഈ നിതിൻ രാജുമായി ബന്ധപ്പെട്ട് അഭിഭാഷക കോടതിയിൽ പറഞ്ഞത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ചും പോലീസിന്റെ അടക്കം ഭാഗത്ത് നിന്ന് വളരെ നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തിയാണ്, വളരെ ഈസി ആയിട്ടാണ് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്, അത്തരത്തിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല തുടങ്ങിയ വിമർശനങ്ങൾ പ്രധാനമായും മുന്നോട്ട് വച്ചത്. ആ വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനുശേഷം ആണ് കോടതി പ്രോസിക്യൂട്ടർ എവിടെ എന്ന കാര്യം ചോദിച്ച ശേഷം അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വച്ചത്. പ്രത്യേകിച്ചും ഈ അറസ്റ്റ് വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് കോടതി വിമർശനം പ്രധാനമായും നിരത്തിയത്. മാത്രമല്ല, ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നതിന് മുൻപ് ഏകദേശം ഒരു 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഇതേ വിഷയം കോടതി എടുത്തിരുന്നു. അതും മറ്റൊരു കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് കോടതി സ്വമേധയാ ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തത്. അന്ന് കോടതി പറഞ്ഞത് ഈ അറസ്റ്റ് ഉണ്ടാകാത്ത അന്നത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് സുപ്രീം കോടതി റാമിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയിരിക്കുന്ന ഘട്ടമാണ്. എന്നിട്ടും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഈ റാം എവിടെയുണ്ട് എന്ന തരത്തിലുള്ള അന്വേഷണം നടക്കുന്നു. സുപ്രീം കോടതി ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയിട്ടും പോലീസ് എന്തുകൊണ്ട് പിടികൂടുന്നില്ല എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അന്തരീക്ഷത്തിലും സമൂഹത്തിലും വലിയ തോതിൽ ശക്തമായി ഉയർന്നിരുന്നു. ആ ഘട്ടത്തിലാണ് കോടതി സ്വമേധയാ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. കൈവിറയ്ക്കുന്ന പോലീസിന് എങ്ങനെ നീതി നടപ്പാക്കാൻ കഴിയും? പോലീസിന് 2 നീതിയാണ്. ഇതിന്റെ ഉത്തരവാദി ADGP H. വെങ്കടേഷാണ്. അതോടൊപ്പം തന്നെ പോലീസിനെതിരെ രൂക്ഷ വിമർശനം അറസ്റ്റ് വൈകുന്നതിൽ കോടതി നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഒടുവിൽ അറസ്റ്റ് ഉണ്ടാകുന്നത്. ആ അറസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ പരിണമിക്കുകയും ചെയ്തു, അതിൽ വീഴ്ചയുണ്ടായി എന്ന കാര്യവും വ്യക്തമാണ്. ഈ ഘട്ടത്തിലാണ് അതിശക്തമായിട്ടുള്ള വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. ഈ നാട്ടിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്വാധീനിക്കാൻ ഒരു സാഹചര്യവും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് അത് ഈ നാട്ടിലെ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഈ രാജ്യത്തിലെ നിയമങ്ങളും നിയമപാലകരും മാത്രമാണെന്നിരിക്കെയാണ് ഈ നിയമപാലകർ തന്നെ ഗൂഢാലോചനയിലൂടെ പണത്തിന്റെയും പ്രതാപത്തിന്റെയും സ്വാധീനമുള്ള ഒരാൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള വിമർശനം അത് കോടതിയുടെ ഭാഗത്ത് തന്നെ അതിരൂക്ഷമായി ഉന്നയിക്കപ്പെടുന്നതെന്ന് ഓർക്കുമ്പോൾ ഇനിയും അതിലൊക്കെയും വിശ്വസിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ കളയുന്നത് കൂടിയാണ് എന്നുള്ള കാര്യം കൂടി പറയാതെ വയ്യ. രാഗിനും CK വിജയനുമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്.